ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ 2-3 കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട്. ഫ്രണ്ട് ബ്രേക്ക്, സൗണ്ട്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക, ക്ലച്ച് കേബിൾ ചെക്ക് ചെയ്യുക, ജന സർവീസും ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം പോലും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ബാക്കിലെ ബ്രേക്സ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നടുവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ ബാക്കിൽ ടയറായാലും അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. സബിലായാലും ചെറിയൊരു തേയ്മാനമൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിടാം. പിന്നെ അതിന് ബാക്ക് വീലിൻ്റെ ഡാമ്പർ, ബാക്ക് വീൽ ഓടിപ്പിക്കേണ്ട ഡാമ്പറാണ്. അത് നമുക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 4 വീൽ ഡാമ്പർ വരെ അതിൽ 2 സെറ്റ് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ അതിൻ്റെ ചെയിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെയിനൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. അതിന് ടൈറ്റ് ചെയ്തിട്ട് ഓയിലും ഗ്രീസും കൊടുത്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നിലവിൽ സെൽഫിന് വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ബാറ്ററിയുടെ കണ്ടീഷൻ കൊണ്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13.25 ആ റേഞ്ച് വോൾട്ടുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബാറ്ററി നമുക്ക് അതിന് ഉപയോഗിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാറാണ് കേട്ടോ. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്നത്. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ക്ലച്ചിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ക്ലച്ചൊക്കെ ചെറിയ ലൂസഡാവുന്ന അഡ്ജസ്റ്റ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ ഫ്രണ്ടിൽ ഒരു സൗണ്ടിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഡിസ്ക് പാഡ് തീർന്നിട്ട് ആ പ്ലേറ്റിൽ പറയുന്ന സൗണ്ടായിരുന്നു. അപ്പോൾ ഡിസ്കിന് നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ടാകും. അതിൻ്റെ പാഡ് ഫുള്ളായിട്ട് തീർന്നിട്ട് മെറ്റലും ഈ ഡിസ്കിൻ്റെ മെറ്റലും കൂടി കഴിഞ്ഞിട്ട് ഡിസ്ക് പ്ലേറ്റിന് അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക് പാഡും അതുപോലെ ഈ പ്ലേറ്റ് കൂടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് അതിൻ്റെ ഡിസ്ക് പാഡ് മാത്രം മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ കൂടുതൽ പെട്ടെന്ന് പാഡ് തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലേറ്റ് അടക്കം മാറ്റിയാലാണ് ക്ലിയർ ആവുന്നത്. അപ്പോൾ തൽക്കാലം നമുക്കതിൻ്റെ പാഡ് മാത്രം മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്കതിൻ്റെ പ്ലഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ആക്സിഡൻറ്റ് കേബിളായാലും ടൈറ്റൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാൻ വേറെ കുഴപ്പമില്ല. പിന്നെ ഓടിച്ച് നോക്കിയിട്ട് വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ മാറ്റേണ്ടത് ഡിസ്ക് പാഡും അതുപോലെ എഞ്ചിൻ ഓയിൽ, അത് വീൽ ഡാമ്പർ, ഇതൊക്കെയാണ് മാറ്റേണ്ടത്. അത്ര മാറ്റി വരുന്നതിനുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.